നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്ക ഇറാൻ പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെ ട്രംപ് സർക്കാരിലെ അമേരിക്കൻ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ സ്ഥാനം ഇന്ത്യൻ വംശജ തുളസി ഗബ്ബാർഡ് രാജിവെക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. തുടക്കത്തിൽ ട്രംപിന്റെ പുതിയ ഭരണകൂടം അധികാരത്തിലേറിയപ്പോൾ മുതൽ തന്നെ ഇന്ത്യൻ വംശജ ആയതിനാൽ തുളസി ഗബ്ബാർഡ് എന്നുള്ള പേര് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. തുളസി ഗബ്ബാർഡിനെ കുറിച്ചിട്ടുള്ള പല വാർത്തകളും പുറത്തു വന്നിരുന്നു. ഇപ്പോൾ രാജ്യത്തെ 18 ഇന്റലിജൻസ് ഏജൻസികളുടെ മേൽനോട്ട ചുമതലയുള്ള തസ്തികയിൽ നിന്നാണ് അവർ പടിയിറങ്ങുന്നത്. ജൂൺ 30 തുളസി പദവി ഒഴിയുമെന്നാണ് റിപ്പോർട്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അയച്ച കത്തിലാണ് തുളസി തന്റെ രാജി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഈ ചുരുങ്ങിയ കാലയളവിൽ ഗണ്യമായ പുരോഗതി കൈവരിക്കാൻ സാധിച്ചുവെന്നും എന്നാൽ ഇനിയും സുപ്രധാനമായ പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ടെന്നും അവർ കത്തിൽ വ്യക്തമാക്കി. ഭർത്താവിന് ക്യാൻസർ രോഗം തിരിച്ചറിഞ്ഞതിനെ തുടർന്നാണ് തുളസി ഔദ്യോഗിക ചുമതലയിൽ നിന്നും ഒഴിയുന്നതെന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. എന്നാൽ ട്രംപ് ഭരണകൂടം അവരെ നിർബന്ധിതമായി രാജിവെപ്പിക്കുകയായിരുന്നു എന്നാണ് റോയിട്ടേഴ്സ് പോലുള്ള വാർത്താ ഏജൻസികൾ പുറത്തുവിടുന്ന വിവരം. തുളസിക്ക് പകരം മറ്റൊരാളെ നിയമിക്കുന്നതിനെ കുറിച്ച് കഴിഞ്ഞ മാസം തന്നെ ട്രംപ് ക്യാബിനറ്റ് അംഗങ്ങളുമായി ചർച്ച നടത്തിയിരുന്നു. തുടർന്ന് മികച്ച രീതിയിൽ സേവനമനുഷ്ഠിച്ച തുളസി ഗബ്ബാർഡ് ജൂൺ 30 ഭരണകൂടത്തിൽ നിന്നും ഒപ്പമുണ്ടാകില്ല എന്ന് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ സ്ഥിരീകരിച്ചു. നാഷണൽ ഇന്റലിജൻസ് പ്രിൻസിപ്പൽ ഡെപ്യൂട്ടി ഡയറക്ടറായ ആരോൺ ലൂക്കാസ് അടുത്ത ആക്ടിംഗ് ഡയറക്ടറായി ചുമതലയേൽക്കുമെന്നും ട്രംപ് അറിയിച്ചു. ട്രംപ് ഭരണകൂടത്തിൽ സമീപകാലത്തായി തുളസി പൂർണ്ണമായും പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്നു എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ഇറാനിലെ ആണവ നിലയങ്ങളിൽ US ബോംബാക്രമണം നടത്തുന്നതിന് തൊട്ടു മുമ്പ് ഇറാന്റെ മേൽ ആക്രമണം നടത്താനുള്ള ഇസ്രായേലിന്റെ തീരുമാനത്തെയും ട്രംപ് പരസ്യമായി പിന്തുണച്ച കഴിഞ്ഞ ജൂണിൽ തുളസിയുടെ സ്വാധീനം നഷ്ടപ്പെട്ടിരുന്നു. ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നില്ല എന്ന തുളസി ഗബ്ബാർഡിന്റെ മുൻപത്തെ പാർലമെന്ററി മൊഴിയെ തള്ളിക്കൊണ്ടായിരുന്നു ട്രംപിന്റെ ഈ നീക്കം. തുളസിയുടെ വിലയിരുത്തലുകൾ തെറ്റാണെന്ന് പ്രഖ്യാപിച്ച ട്രംപ് അവരുടെ വാക്കുകൾ താൻ കാര്യമാക്കുന്നില്ലെന്നും പറഞ്ഞ് പരസ്യമായി അവരെ അപമാനിക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിന് ശേഷം ട്രംപിന്റെ പ്രീതി തിരിച്ചെടുക്കാൻ തുളസി കഠിനമായി ശ്രമിച്ചിരുന്നു. 2016 തെരഞ്ഞെടുപ്പിൽ റഷ്യ ട്രംപിനെ സഹായിച്ചു എന്ന തരത്തിൽ വ്യാജ പ്രചാരണം നടത്തിയെന്ന് ആരോപിച്ച് മുൻ പ്രസിഡന്റ് ബറാക് ഒബാമ ഉൾപ്പെടെയുള്ള അന്നത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിചാരണ ചെയ്യണമെന്നും അവർ ആവശ്യപ്പെട്ടു. ട്രംപിന്റെ രാഷ്ട്രീയ പ്രതികാര അജണ്ടകളെ തൃപ്തിപ്പെടുത്താനായിരുന്നു ഈ നീക്കമെങ്കിലും ഒബാമ ഇത് പൂർണ്ണമായി നിഷേധിക്കുകയാണ് ഉണ്ടായത്. കൂടാതെ തന്റെ അധികാരപരിധിക്ക് പുറത്തായിരുന്നിട്ടും 2020 തെരഞ്ഞെടുപ്പ് ബാലറ്റുകൾ പിടിച്ചെടുക്കാനുള്ള FBI റെയ്ഡ് നടന്ന സ്ഥലത്ത് തുളസി നേരിട്ടെത്തിയതിനെതിരെ ഡെമോക്രാറ്റിക് പാർട്ടി വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തിയിരുന്നു. എന്നാൽ ഈ വർഷം ജാനുവരിയിൽ വെനസ്വലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ പിടികൂടാനുള്ള തീരുമാനങ്ങളിലോ ഫെബ്രുവരിയിൽ ഇറാനെതിരെ വീണ്ടും സൈനിക ആക്രമണം നടത്താനുള്ള സുപ്രധാന ചർച്ചകളിലോ തുളസി ഗബ്ബാർഡിനെ ട്രംപ് ഭരണകൂടം ഉൾപ്പെടുത്തിയിരുന്നില്ല. വലിയൊരു ഇന്റലിജൻസ് സംവിധാനത്തെ നിയന്ത്രിക്കാനുള്ള അല്ലെങ്കിൽ നയിക്കാനുള്ള തുളസിയുടെ യോഗ്യതയെ തുടക്കം മുതൽ പലരും ചോദ്യം ചെയ്തിരുന്നതാണ്. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യൻ അനുകൂല നിലപാടുകൾ സ്വീകരിച്ചതും 2017 സിറിയൻ ഏകാധിപതി ബഷാർ അൽ അസദുമായി കൂടിക്കാഴ്ച നടത്തി സിറിയ അമേരിക്കയുടെ ശത്രു അല്ലെന്ന് പ്രഖ്യാപിച്ചതും തുളസിക്കെതിരെ വലിയ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തിയിരുന്നു. മുൻപ് ഡെമോക്രാറ്റിക് പാർട്ടി അംഗമായിരുന്ന തുളസി 2022 പാർട്ടി വിട്ടത്. അവർ റഷ്യയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന വ്യക്തിയാണെന്ന ഹിലരി ക്ലിന്റൺ പണ്ട് ആരോപിച്ചിരുന്നു. തുളസിയുടെ രാജി വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഡെമോക്രാറ്റിക് പാർട്ടി നേതാക്കൾ ശക്തമായ പ്രതികരണങ്ങളുമായി രംഗത്തെത്തി. തുളസിയുടെ കുടുംബത്തിന്റെ അവസ്ഥയിൽ അനുതാപം പ്രകടിപ്പിച്ച സെനറ്റർ മാർക്ക് വാർണർ അടുത്തതായി വരുന്ന ഡയറക്ടറെങ്കിലും വസ്തുതകൾക്കും നിയമവ്യവസ്ഥയ്ക്കും അനുസൃതമായി പ്രവർത്തിക്കുമെന്ന് പ്രത്യാശിച്ചു. ഭയമില്ലാതെ സത്യം വിളിച്ചു പറയാൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്ന സാഹചര്യം വരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ അതിരൂക്ഷമായ ഭാഷയിലാണ് സെനറ്റർ ആഡം ഷിഫ് ഗബ്ബാർഡ് ഇന്റലിജൻസ് സംവിധാനത്തെ രാഷ്ട്രീയവൽക്കരിച്ചെന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് പകരം പ്രസിഡന്റ് എന്ന വ്യക്തിയോട് മാത്രമാണ് അവർ വിശ്വസ്തത പുലർത്തിയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കഴിഞ്ഞ 2 മാസത്തിനിടെ ട്രംപിന്റെ ക്യാബിനറ്റിൽ നിന്ന് പുറത്തു പോകുന്ന 4ാമത്തെ വനിതയാണ് തുളസി ഗബ്ബാർഡ്. മുൻ ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റി നോം, മുൻ അറ്റോർണി ജനറൽ പാം ബോണ്ടി, അഴിമതി ആരോപണങ്ങളെ തുടർന്ന് രാജിവെച്ച ലേബർ സെക്രട്ടറി ലോറി ഷാവോസ് ഡെറേമർ എന്നിവരാണ് ഇതിനു മുമ്പ് പുറത്തുപോയ വനിതാ ഉദ്യോഗസ്ഥർ.
അതേസമയം മുൻഗാമികൾ ആരും ശ്രമിക്കാത്ത വിധത്തിൽ ഇന്റലിജൻസ് വിഭാഗത്തെ പുനഃക്രമീകരിക്കാൻ തുളസിക്ക് സാധിച്ചതായി നാഷണൽ ഇന്റലിജൻസ് ഓഫീസ് വക്താവ് ഒലിവിയ കോൾമാൻ അവകാശപ്പെട്ടു. ഉദ്യോഗസ്ഥ തലത്തിലെ ചില സ്ഥാപിത താൽപര്യക്കാരുടെ സുരക്ഷാ പാസുകൾ റദ്ദാക്കിയതും ജോൺ എഫ് കെന്നഡി, മാർട്ടിൻ ലൂഥർ കിങ് തുടങ്ങിയവരുടെ വധവുമായി ബന്ധപ്പെട്ട രഹസ്യരേഖകൾ പുറത്തുവിട്ടതും തുളസിയുടെ നേട്ടങ്ങളായാണ് ODNA എടുത്തു കാണിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഇസ്രായേൽ, അമേരിക്ക ഇറാനെ ആക്രമിച്ച് വലിയ രീതിയിലൊരു പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് തുളസി ഗബ്ബാർഡിന്റെ രാജി പ്രഖ്യാപനം വരുന്നതുമെന്നും അമേരിക്കയുടെ അല്ലെങ്കിൽ ട്രംപിന്റെ കീഴിലുള്ള ഭരണകൂടത്തിൽ ട്രംപിന്റെ ഏറ്റവും അടുത്ത ഉദ്യോഗസ്ഥർക്കിടയിൽ ചില ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ നിലനിൽക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് തുളസി ഗബ്ബാർഡിന്റെ രാജി. അതേസമയം തന്നെ സമാധാന ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ വീണ്ടും US സൈനിക നടപടിക്ക് ഒരുങ്ങിയേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ നടക്കുന്ന മധ്യസ്ഥ ചർച്ചയിലും ഫലം കണ്ടില്ലെങ്കിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ സൈനിക നടപടി എടുത്തേക്കുമെന്നും US മാധ്യമമായ ആക്സിയോസ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനു മുന്നോടിയായി ട്രംപ് മുതിർന്ന ദേശീയ സുരക്ഷാ സംഘത്തിന്റെ യോഗം വിളിച്ചു. വൈസ് പ്രസിഡന്റ് JD വാൻസ്, പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത്, CIA ഡയറക്ടർ ജോൺ റാറ്റ്ക്ലിഫ്, വൈറ്റ് ഹൗസ് ചീഫ് ഓഫ് സ്റ്റാഫ് ഡ്യൂസി വെയിൽസ്, മറ്റു ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഇറാൻ US യുദ്ധം അവസാനിപ്പിക്കാനായുള്ള മധ്യസ്ഥ ശ്രമം ഇപ്പോഴും തുടരുകയാണ്. പാകിസ്ഥാൻ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സസ് അസീം മുനീർ ചർച്ചകളുടെ ഭാഗമായി ഇറാനിലാണുള്ളത്. US-ഉം ഇറാനും തമ്മിലുള്ള ഭിന്നതകൾ പരിഹരിക്കാനുള്ള അവസാനഘട്ട മധ്യസ്ഥ ശ്രമമായിട്ടാണ് ഉദ്യോഗസ്ഥർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഖത്തറിൽ നിന്നുള്ള ഒരു പ്രതിനിധി സംഘവും ഇറാനിൽ എത്തിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോഴും അങ്ങോട്ട് ഏത് നിമിഷം വേണമെങ്കിലും ഒരു യുദ്ധം പ്രഖ്യാപിക്കും എന്നുള്ള നിലയിലാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത്. അതേസമയം തന്നെ ഇറാൻ അതിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും, അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചടിക്കും എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇറാൻ ഇപ്പോഴും തുടരുന്നത്.